Hi friends, എല്ലാവർക്കും ഗെറ്റ് റിസൾട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Realme 2 Pro ഇന്ത്യയിൽ 20-ാം തീയതി ലോഞ്ച് ചെയ്തു. അപ്പം ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് Realme 2 Proയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാനാണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളും അതുപോലെ ടെക്നിക്കൽ വേൾഡിലെ പുതിയ അറിവുകൾക്കൊക്കെ വേണ്ടി എൻ്റെ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കുക. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സുമായാണ് റിയൽമി 2 Pro ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ചുരുങ്ങിയ ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല 20,000 രൂപയ്ക്കുള്ളിൽ 8 GB റാമോട് കൂടിയ ലഭിക്കുന്ന ഒരു വേരിയൻറ്റും ഈ ഫോണിലുണ്ട്. അപ്പം അതും ഈ Realme 2 Proയുടെ സവിശേഷത തന്നെയാണ്. ആദ്യം നമുക്ക് Realme 2 Proയുടെ ഡിസ്പ്ലേ ഒന്ന് പരിചയപ്പെടാം. 6.3 ഇഞ്ച് വലിപ്പമുള്ള ഫുൾ HD+ ഡിസ്പ്ലേ ആണ് Realme 2 Proയിലുള്ളത്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2340x1080 പിക്സൽസ് ആണ്. ഇവിടെ Realme 2 Proയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയിലുള്ള നോച്ചാണ്. വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് Realme 2 Proയിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ കമ്പനി പറയുന്നത് ഈ നോച്ചിന് പറയുന്നത് ഡ്യൂ ഡ്രോപ്പ് നോച്ച് എന്നാണ് ഈ Realme ഈ ഫോണിലെ നോച്ചിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്രയും ചെറിയ ഒരു നോച്ചാണ് നമുക്ക് ഈ Realme 2 Proയിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് ഭൂരിഭാഗം നമുക്ക് ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് Realme 2 Proയിൽ നമുക്ക് ലഭിക്കുന്നത്. റിയൽമിയുടെ മറ്റ് 2 ഫോണുകളിൽ നിന്നും വ്യത്യസ്തമായി, അതായത് Realme 1ഉം Realme 2ഉം അതിൽ നമുക്ക് ലഭിച്ചിരുന്നത് ഡയമണ്ട് ഗ്ലാസ് ഡിസൈനായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ Realme 2 Proയിൽ അതിന് ചെറിയൊരു മാറ്റമുണ്ട്. അതായത് ഗ്ലാസ് ഫിനിഷിലാണ് നമുക്ക് ഫോൺ ലഭിക്കുന്നത്. അതായത് വിവോ V11 Proയിലൊക്കെ നമ്മൾ കണ്ടതുപോലുള്ള ഏകദേശം അതുപോലെ തോന്നിക്കുന്ന മെറ്റൽ ബോഡി അല്ല, പക്ഷേ പ്ലാസ്റ്റിക് ആണെങ്കിലും അതുപോലെ തോന്നിക്കുന്ന നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഡിസൈനാണ് Realme 2 Proയിൽ നമുക്ക് ലഭിക്കുന്നത്. Realme 2 Proയുടെ പെർഫോമൻസും പ്രൊസസ്സറും നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 660 പ്രൊസസ്സറാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇതൊരു AI പ്രൊസസ്സറാണ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊസസ്സറാണ്. മാത്രമല്ല ഇതൊരു 2 GHz ഒക്ടകോർ പ്രൊസസ്സറാണ്. അതുപോലെ ഇതിൽ ഗ്രാഫിക് പെർഫോമൻസിനായിട്ട് Adreno GPU 512 ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസും പെർഫോമൻസും Realme 2 Pro നമുക്ക് നൽകും. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന PUBG ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ ഫോണിൽ വലിയൊരു ഹാങ് ഒന്നുമില്ലാതെ കളിക്കാൻ പറ്റും. Realme 2 Proയിൽ പ്രൊസസ്സർ ഒരല്പം മോശമായിരുന്നു. സ്നാപ്ഡ്രാഗൺ 450 ആയിരുന്നു. അപ്പം അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഫോണിൻ്റെ സെയിലിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയൊരു ഡൗണ് റിയൽമിക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ Realme 2 Proയിൽ പ്രൊസസ്സറിൻ്റെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഒന്നും പേടിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്, Realme 2 Pro നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നൽകും. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഡുവൽ റിയർ ക്യാമറയോട് കൂടിയാണ് Realme 2 Pro എത്തിയിട്ടുള്ളത്. f1.7 അപ്പർച്ചറോട് കൂടിയ ഒരു 16 MB ക്യാമറ പ്ലസ് f2.4 അപ്പർച്ചറോട് കൂടിയ ഒരു 2 MB ക്യാമറ ഉള്ളത്. അപ്പം റിയർ ക്യാമറയുടെ റിവ്യൂ ഒക്കെ നോക്കിയ സമയത്ത് നല്ലൊരു അഭിപ്രായം തന്നെയാണ് റിയർ ക്യാമറയെ കുറിച്ച് വരുന്നത്. കാരണം ഇതിൽ സോണി IMX298 ആണ് 16 MB ക്യാമറയിൽ ഈ ലെൻസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് റിയർ ക്യാമറ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ സെൽഫി എക്സ്പീരിയൻസിനായിട്ട് 16 MB സെൽഫി ക്യാമറ ഇതിൽ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ഫേസിങ് ക്യാമറയുടെ റിവ്യൂ നോക്കിയ സമയത്ത് അപ്പം ചെറിയ കുറഞ്ഞ രീതിയിലുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ കേട്ടു. എങ്കിലും കുഴപ്പമില്ലാത്ത ഓപ്പോയുടെ അത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ബഡ്ജറ്റ് റേഞ്ചിൽ Realme 2 Proയുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയെ നമുക്ക് നൽകും. ഇതിലുള്ള മറ്റൊരു പ്രധാന ഫീച്ചറാണ് നമ്മൾ ഐഫോണിലൊക്കെ കണ്ടതുപോലെയുള്ള 5 തരം പോർട്രേറ്റ് ലൈറ്റിംഗ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് എനിക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അറിയില്ല. നമുക്ക് ഐഫോണിൻ്റെ ആ പെർഫോമൻസും ചിലപ്പം ഈ ഫോണിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും മോശമില്ലാത്തൊരു പോർട്രേറ്റ് ലൈറ്റിംഗ് 5 മോഡുകൾ ഇതിൽ നൽകിയിട്ടുണ്ട്. 3500 mAh ബാറ്ററിയാണ് Realme 2 Proയിലുള്ളത്. അത് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് നൽകും. നമുക്ക് പിന്നെ Realme 2 Proയിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന സവിശേഷതയാണ് ഇതിൽ 2 സിമ്മും പ്ലസ് ഒരു SD കാർഡും ഇടാനുള്ള സൗകര്യമുണ്ട്. അതായത് ഡുവൽ ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. 256 GB വരെ നമുക്ക് SD കാർഡ് ഇട്ട് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിൽ നമുക്ക് ഹാൻഡ്സെറ്റ്, അഡാപ്റ്റർ, അതുപോലെ ഇതിനൊരു കേസ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കേസ്, പിന്നെ കേബിള്, അതുപോലെ സിം ഇജക്റ്റഡ് ടൂൾ
പിന്നെ പേപ്പർ ഗൈഡ്സ് അങ്ങനത്തെ സംഭവം, വാറണ്ടി കാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. പക്ഷേ നമുക്കിതിൽ ബോക്സിൽ നമുക്ക് ഇയർഫോൺ ലഭിക്കില്ല, നമ്മളത് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങേണ്ടതായിട്ടുണ്ട്. ആൻഡ്രോയിഡ് 8.1 ഓറിയോയിലാണ് റിയൽമി 2 പ്രോ പ്രവർത്തിക്കുക. 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഈ ഫോണിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ റിയൽമി 2 പ്രോയിലും പിൻഭാഗത്താണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 3 വേരിയൻറ്റുകളിലാണ് ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നത്. 4 GB റാം പ്ലസ് 64 GB സ്റ്റോറേജ് 13,990 രൂപയ്ക്കും, 6 GB റാം പ്ലസ് 64 GB സ്റ്റോറേജ് എന്ന വേരിയൻറ്റ് 15,990 രൂപയ്ക്കും, 8 GB റാം പ്ലസ് 128 GB സ്റ്റോറേജ് എന്ന വേരിയൻറ്റ് 17,990 രൂപയ്ക്കുമാണ് ഫ്ലിപ്കാർട്ടിലൂടെ റിയൽമി 2 പ്രോ നമുക്ക് ലഭിക്കുന്നത്. ഫ്ലാഷ് സെയിലിലൂടെയാണ് റിയൽമി 2 പ്രോ ഫ്ലിപ്കാർട്ടിൽ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്പെസിഫിക് ടൈമിൽ കുറഞ്ഞ സമയത്ത് മാത്രമേ സെയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പം നിങ്ങൾ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ആ ടൈമിൽ ഫോൺ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. 3 കളറുകളിലാണ് ഈ സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. ബ്ലാക്ക് സീ, ബ്ലൂ ഓഷ്യൻ, ഐസ് ലേക്ക് തുടങ്ങിയവയാണ് അവ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ ഓഷ്യനാണ്. അത് നല്ലൊരു പ്രീമിയം ലുക്കും അതുപോലെ നല്ലൊരു ഫിനിഷിങ്ങും നമുക്ക് ആ കളർ തരുന്നുണ്ട്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ തന്നെയാണ് ബ്ലൂ ഓഷ്യൻ. റിയൽമി 2 പ്രോ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ ഫോണുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 4 GB റാം പ്ലസ് 64 GB വേരിയൻറ്റിന് 13,990 രൂപയാണ് റിയൽമി 2 പ്രോക്ക് വരുന്നത്. ആ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളാണ് സെൻഫോൺ മാക്സ് പ്രോ M1, അതുപോലെ റെഡ്മിയുടെ നോട്ട് 5 പ്രോ തുടങ്ങിയ. ഇതിൽ നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 660 ആണ് ഈ ഫോണിൽ നമുക്ക് റിയൽമി 2 പ്രോയിൽ ലഭിക്കുന്നത്. എന്നാൽ മാക്സ് പ്രോ സെൻഫോണിൻ്റെ ഫോണിലും റെഡ്മിയുടെ നോട്ട് 5 പ്രോയിലൊക്കെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 635 ആണ് ലഭിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം നോക്കിയാൽ റിയൽമി 2 പ്രോ ആണ് ഇവിടെ വിൻ ചെയ്യുന്നത്. തൊട്ടടുത്ത വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 6 GB പ്ലസ് 64 GB എന്ന വേരിയൻറ്റ് 17,990 രൂപയ്ക്കാണ് റിയൽമി 2 പ്രോ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയും കോമ്പറ്റീഷൻ ഉണ്ട്. മോട്ടറോളയുടെ 1 പവർ, അതുപോലെ ഷവോമി Mi A2 തുടങ്ങിയവ ഇവിടെയും കോമ്പറ്റീഷന് വരുന്നതാണ്. എങ്കിലും 6 GB റാം എന്നൊരു സ്പെസിഫിക്കേഷൻ റിയൽമി 2 പ്രോയ്ക്ക് മാത്രമേ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെയും ചാൻസ് കൂടുതൽ റിയൽമി 2 പ്രോയ്ക്കാണ്. പക്ഷേ നിങ്ങളൊരു ക്യാമറ സ്മാർട്ട് ഫോണാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക ഷവോമി Mi A2 ആണ്. കാരണം നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് നമുക്ക് റിയൽമി 2 പ്രോയേക്കാൾ മികച്ച എക്സ്പീരിയൻസ് ഷവോമി Mi A2 നമുക്ക് നൽകും. അതുപോലെ നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിലൊരു പവർ ചാർജർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക മോട്ടറോള 1 പവറാണ്. റിയൽമി 2 പ്രോയ്ക്ക് പവർ ചാർജറൊന്നും വരുന്നില്ല. 3500 mAh ബാറ്ററി ഉണ്ടെന്നല്ലാതെ പവർ ചാർജറൊന്നും റിയൽമി 2 പ്രോയ്ക്ക് വരുന്നില്ല. എങ്കിൽ നിങ്ങൾക്ക് ക്യാമറയിലൊന്നും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അതുപോലെ പവർ ചാർജറൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഫോൺ തന്നെയായിരിക്കും റിയൽമി 2 പ്രോ. കാരണം അതിന് വാൾഡ്രോപ്പ് നോച്ചൊന്നും മറ്റ് ഫോണുകളിലൊന്നും ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നില്ല. ഇനി 8 GB റാം വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 17,990 രൂപയ്ക്കാണ് 8 GB റാം ലഭിക്കുന്ന ഒരു ഫോണും തന്നെ ഇതുവരെ ഒരു കമ്പനി ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ മുൻഗണന റിയൽമി 2 പ്രോയ്ക്കാണ്. റിയൽമി 2 പ്രോ ആണ് 8 GB റാമിൻ്റെ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൽ ഫാസ്റ്റ് ചാർജർ ഇല്ല എന്നാണ്. 3500 mAh ബാറ്ററി ഇതിൽ നൽകിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിലൊരു ഫാസ്റ്റ് ചാർജർ ഇല്ലാത്തതുകൊണ്ട് അത് ചാർജ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കും. ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഓൾറൗണ്ടറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റിയൽമി 2 പ്രോ നിങ്ങൾക്ക് ബെസ്റ്റ് ചോയ്സാണ്. കാരണം നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു ചിപ്സെറ്റ്, വലിയ മോശമില്ലാത്ത ക്യാമറ, വാട്ടർ ഡ്രോപ്പ് നോച്ച് ഒക്കെ നമുക്ക് റിയൽമി 2 പ്രോയിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ക്യാമറയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് നൽകുന്ന ക്യാമറയൊക്കെയുള്ള ഫോണുകൾ വേറെ. ഇവിടെ നിങ്ങളുടെ പ്രയോറിറ്റിയാണ് ഈ ഫോൺ വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. എന്തായാലും ഈ പ്രൈസ് റേഞ്ചിൽ റിയൽമി 2 പ്രോ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾക്ക് കുറച്ചൊരു ക്ഷീണം ചെയ്യുന്ന ഫോൺ തന്നെയായിരിക്കും റിയൽമി 2 പ്രോ. കാരണം അത്രയും ഫീച്ചേഴ്സാണ് ഈ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ തന്നെ പുതിയ ഫോൺ വരുന്നുണ്ട്. റിയൽമി C1 എന്നാണ് ഫോണിൻ്റെ പേര്. ആ ഫോണിൻ്റെ സവിശേഷതകളും സ്പെസിഫിക്കേഷനൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം.
അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് വീഡിയോ അപ്ലോഡ് ചെയ്താൽ റെഡി ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.